ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് പൂ പോലത്തെ നല്ലൊരു പൂവട ഉണ്ടാക്കട്ടെ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിക്കണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ ഒരു 500 മൈദ എടുത്തിരിക്കണത്. അപ്പോൾ അത് ചുടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഓരോ ഉരുളകളാക്കി മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഷെയ്പ്പ് ആവണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ ഷെയ്പ്പ് ആക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുളകളാക്കി ഇടുകയാണ്. ഇനി ഇത് പരത്താനുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഉരുളകളാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ റെഡി ആക്കണം. അതിന് ശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങ ആവശ്യമുണ്ട്. ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്തുക്കണേ. പിന്നെ അതിലേക്ക് ആവശ്യം 2 പഴമാണ് കേട്ടോ. 2 പഴം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇത് ഫില്ലിങ് ഞാൻ തേങ്ങയും പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് പിന്നെ അവൽ ചക്കരയൊക്കെ വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ മാത്രമാക്കിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ, ഏലക്കായൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പഴമൊക്കെ അതിലേക്ക് അരിഞ്ഞിട്ടിക്കണം. അതിന് ശേഷം ഞാൻ 2-3 ഏലക്ക ചതച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരം. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കാരം, മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമായിക്കാരം. അപ്പോൾ അതിന് ശേഷം ഞാനിത് ഉരുളകളാക്കിയത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പത്തിരി പ്രസ്സിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ പലകമ്മലിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. കൂടാതെ ലൈക്കും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഏകദേശം ഞാൻ പരത്തിയെടുത്തിക്കണം. ചെറിയ ഒരു വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കുക. പിന്നെ അതിന് ശേഷം ഫില്ലിങ് അതിലേക്ക് വെച്ചെടുക്കുകയാണ്. ഫില്ലിങ്ങൊക്കെ അതിലേക്ക് വെച്ചെടുത്തതിന് ശേഷം ഇത് മെല്ലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ആ മടക്കി ആ പൂവടൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതുപോലെ ഓരോന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതിന് അറിയാത്തവർക്ക് ഇതിൻ്റെ അച്ചൊക്കെ ഉണ്ട് കേട്ടോ. അച്ചിലൊക്കെ ഇട്ടാൽ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇത് കൈകൊണ്ട് ആക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു കാണാൻ ഭംഗി. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പരത്തിയെടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് എരിവ് വെച്ചിട്ട് ചിക്കനൊക്കെ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഫില്ലിങ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടാ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ അമർത്തിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണത് തന്നെ ആവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ മൊത്തത്തിൽ ഇനിയൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഏകദേശം ഞാനിതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിന് പണിയൊന്നുമില്ല. അതിന് എണ്ണയിലിട്ട് പൊരിച്ച് പോരാനുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങനെ ഇങ്ങോട്ട് ഓയിൽ ഒഴിച്ചെടുത്തിക്കണം. അത് തിളച്ച് വന്നതിന് ശേഷം ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുകൊണ്ട് വെന്ത് കിട്ടും. നമ്മൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി വേഗം പൊന്തി വന്നുകൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു സൈഡ് റെഡിയായപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളെ വൈകുന്നേരം സ്പെഷ്യൽ പൂവടയും ചായയും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ മധുരം ഷുഗറൊക്കെ ഉള്ളവർ ഈ വൈക്കേ വരണ്ട കേട്ടാ, നല്ല മധുരമാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ട് നല്ല രസമില്ല കാണാനും പിന്നെ അത് തിന്നാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.